KFC, ചിക്കൻ നഗറ്റ്, ഫ്രൈഡ് ചിക്കൻ, ചിക്കൻ 65. ആഹാ, ചിക്കൻ്റെ ഏത് ഐറ്റം ആയാലും ചിക്കൻ ലവേഴ്സ് ഹാപ്പിയാണ്. ചിക്കൻ എന്താ ഇവിടെ കാര്യമെന്നല്ലേ? ഉണ്ടെന്നേ. ഇന്റർനാഷണൽ ചെയിൻസ് ആയ KFC, പിസ്സ ഹട്ട്, ടാക്കോ ബെൽ, TJ ഫ്രൈഡേസ്, ബ്രിങ്കേഴ്സ്, വിസ്റ്റ ഫുഡ്, ബർഗർ കിങ്, മാക്ഡൊണാൾഡ്സ് എന്നീ പേരുകൾ തന്നെ മതി ഈ കമ്പനിയുടെ സാധ്യത മനസ്സിലാക്കി തരാൻ. തീർന്നില്ല. വാൾമാർട്ട്, മെട്രോ ക്യാഷ് ആൻഡ് ക്യാരി, സ്റ്റാർ ബസാർ, മോർ, ഫ്യൂച്ചർ റീറ്റെയിൽ തുടങ്ങി B2B, B2C റീറ്റെയിൽ ശൃംഖലകളുമായും കമ്പനി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൗൾട്രി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന വെങ്കീസ് ഇന്ത്യയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ പ്രോമിനന്റ് സപ്ലയറായ ഈ കമ്പനി അപ്പോൾ ചില്ലറക്കാരനല്ല. ഇതിനു പുറമെ പല ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റുകൾക്കും കമ്പനി വിതരണം നടത്തുന്നുണ്ട്. ഇന്ത്യൻ പൗൾട്രി വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന BV റാവു ആണ് 1971 വെങ്കടേശ്വര ഹാച്ചറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ വെങ്കീസ് സ്ഥാപിക്കുന്നത്. അന്ന് ഹൈദരാബാദിൽ തുടങ്ങിയ കമ്പനി ഇന്ന് 20-ലധികം സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലുടനീളം സാന്നിധ്യമുള്ള ഏഷ്യയിലെ ലാർജസ്റ്റ് ഫുള്ളി ഇന്റഗ്രേറ്റഡ് പൗൾട്രി ഗ്രൂപ്പ് എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്. 2000 കമ്പനിയുടെ പേര് വെസ്റ്റേൺ ഹാച്ചറീസ് ലിമിറ്റഡിൽ നിന്ന് വെങ്കീസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. 2025 ഗ്ലോബൽ ചിക്കൻ കൺസംഷൻ പെർ ക്യാപിറ്റ 2.2% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരാൾക്ക് 46.6 കിലോഗ്രാം ചിക്കൻ ഉപഭോഗം ഉണ്ടാകാൻ കാരണമാകും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, spglobal.com പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നതാണ്. താങ്ങാനാവുന്ന വിലയായതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി മറ്റ് നോൺ വെജുകളേക്കാൾ ചിക്കന് പ്രിയമേറുന്നതും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പൗൾട്രി മേഖലയിൽ വെങ്കീസിന് നിർണായകമായ വിപണി സ്ഥാനമുണ്ട്. വെറും ചിക്കൻ പ്രൊഡക്ഷനിൽ മാത്രമല്ല കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സപ്ലൈ ചെയിന്റെ ഓരോ പാർട്ടിലും കമ്പനിക്ക് വ്യക്തമായ പങ്കുണ്ട്. ബ്രീഡിംഗ് മുതൽ അനിമൽ ഹെൽത്ത് വരെ അങ്ങനെ എല്ലാ മേഖലകളിലും കൃത്യമായ കൺട്രോൾ ഉണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം. വർഷങ്ങളായി സ്റ്റഡി ഗ്രോത്ത് ട്രാജക്ടറി പ്രകടമാക്കിയ കമ്പനിയാണ് വെങ്കീസ്. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ആനിമൽ പ്രോട്ടീനുള്ള ആവശ്യകതയിൽ തന്നെ കമ്പനിയുടെ വരുമാന വളർച്ച ശക്തമാണ്. നമുക്കറിയാം, കോവിഡ് പാൻഡമിക് പോലുള്ള സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകളിലും വലിയ വെല്ലുവിളികളാണ് നേരിട്ടത്. അങ്ങനെയുള്ള പാൻഡമിക് സമയങ്ങളിൽ പോലും ഇറച്ചിക്കോഴിയുടെയും മുട്ടയുടെയും ആവശ്യകതയ്ക്ക് കാര്യമായ കോട്ടം തട്ടാത്തതിനാൽ വെങ്കീസ് ഇന്ത്യക്ക് അപ്പോഴും സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ ഒരു ബാലൻസ് ഷീറ്റ് തന്നെ അതിനുള്ള വലിയ തെളിവാണ്. മോറോവർ, ഏതൊരു ഇൻവെസ്റ്ററിനെയും കമ്പനിയിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്ന വൺ ഓഫ് ദ ഫാക്ടർ ഡെറ്റ് ഫ്രീ ആയ കമ്പനി എന്നത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോ ഡെറ്റ് ആൻഡ് ഡീസന്റ് ക്യാഷ് ഫ്ലോ എന്നിവ ലോങ് ടേമിലേക്ക് ക്രെഡിബിൾ ആയ ഒരു പ്ലെയറായി ഈ കമ്പനിയെ മാറ്റുന്നുമുണ്ട്. ലോകത്ത് അതിവേഗം വളരുന്ന പൗൾട്രി മാർക്കറ്റിൽ ഒന്നാണ് ഇന്ത്യ. 1.4 ബില്യണിലധികം ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന മിഡിൽ ക്ലാസ് പോപ്പുലേഷനും എന്നിവയൊക്കെ കണക്കിലെടുക്കുമ്പോൾ താങ്ങാനാവുന്ന വിലയിൽ ന്യൂട്രീഷ്യസ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന നിലയിൽ ചിക്കന് വലിയ ഡിമാൻഡുണ്ട്. സമീപകാല ബഡ്ജറ്റിൽ റാപ്പിഡ് കൊമേഴ്സ് ഗ്രോത്തും ആദായ നികുതി ഇളവുകളും ഉള്ളതിനാൽ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഇൻഡസ്ട്രി വൈസ് പരിശോധിക്കുമ്പോൾ ഓർഗനൈസ്ഡ് ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള സർക്കാരിന്റെ ശ്രമങ്ങളും വലിയ പോസിറ്റീവ് ഫാക്ടറായിട്ട് നിലകൊള്ളുകയാണ്. കൂടാതെ റൂറൽ ഏരിയകളിൽ പൗൾട്രി ഫാമിംഗ് പ്രോട്ടീന്റെ സോഴ്സ് ആയി കണക്കാക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള അവബോധം സൃഷ്ടിക്കുന്നതെല്ലാം കമ്പനിയുടെ സാധ്യത മെച്ചപ്പെടുത്തുകയാണ്. വെങ്കീസിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഇന്നോവേഷൻസിൽ കൂടുതലായിട്ട് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. വെറും ഇറച്ചിക്കോഴികൾ വിൽക്കുക മാത്രമല്ല, ഹെൽത്ത് സപ്ലിമെന്റ്സ്, അനിമൽ വാക്സിൻ ഒപ്പം വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലും എക്സ്പ്ലോർ ചെയ്യുന്ന കമ്പനി കൂടിയാണ് വെങ്കീസ് ഇന്ത്യ. വർദ്ധിച്ചു വരുന്ന മേഖലയിലെ കോമ്പറ്റീഷൻസ് നേരിടാനും ബിസിനസ്സിലെ റിസ്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാനും ഈ ഡൈവേഴ്സിഫിക്കേഷൻസ് കമ്പനിയെ പ്രാപ്തമാക്കും. ശക്തമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം,
അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ വെങ്കീസിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ലിസ്റ്റിംഗ് സമയത്ത് വെറും 50 രൂപയിൽ താഴെ ഉണ്ടായിരുന്ന ഓഹരി 2024 സെപ്റ്റംബറിൽ 2559.95 എന്നുള്ള ഒരു ഹൈ ആണ് ടച്ച് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് പരിശോധിച്ചാൽ 2024 ഡിസംബറിലെ നെറ്റ് സെയിൽസിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നെറ്റ് പ്രോഫിറ്റ് അഥവാ അറ്റാദായം 2023 ഡിസംബറിലെ 7.94 കോടി രൂപയിൽ നിന്ന് 356.68% വർദ്ധിച്ച് 20.38 കോടി രൂപ എന്നുള്ള ഒരു വലിയ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിഡ ഒരു വർഷം മുൻപുണ്ടായിരുന്ന 2.58 കോടിയിൽ നിന്ന് 1484.5% വർധനവോടുകൂടി 40.88 കോടി എന്നുള്ള ഒരു നിലയിലേക്കും എത്തിയിട്ടുണ്ട്. ഏതൊരു ഇൻഡസ്ട്രിക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില വെല്ലുവിളികൾ ഈ കമ്പനിയും നേരിടുന്നുണ്ട്. അതിലേക്ക് വന്നാൽ ആദ്യത്തേത് റോ മെറ്റീരിയൽ കോസ്റ്റ് തന്നെയാണ്. അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് ഇറച്ചിക്കോഴിയുടെ തീറ്റയ്ക്കായി ഉപയോഗിക്കുന്ന ചോളം, സോയാബീൻ എന്നിവയുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ലാഭക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതിന്റെ ഒരു ഏകദേശ കണക്ക് പരിശോധിക്കുമ്പോൾ സോയാബീൻ 30%, ചോളം തീറ്റയുടെ 65% എന്നിവ ഊർജത്തിനും പ്രോട്ടീനും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കോഴി വ്യവസായം എന്നത് ബയേഴ്സ് മാർക്കറ്റ് ആയതിനാൽ, അതായത് വാങ്ങുന്നവർക്ക് വിൽക്കുന്നവരെക്കാൾ മുൻതൂക്കം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം അത് ഉള്ളതിനാൽ തന്നെ വില വർധനവ് പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ഇതും ലാഭക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അടുത്തത് രോഗബാധ പോലുള്ള അപകട സാധ്യതകളാണ്. മേഖലയിൽ മുൻപുണ്ടായിട്ടുള്ള പകർച്ചവ്യാധികൾ ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിക്കുകയും ഇൻവെന്ററി നഷ്ടങ്ങൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പക്ഷിപ്പനി പോലുള്ളവ. എന്നിരുന്നാലും ഇൻഹൌസ് വാക്സിൻ അല്ലെങ്കിൽ ബയോ സെക്യൂരിറ്റി പ്രൊഡക്ഷൻ എന്നിവ അപകട സാധ്യത ലഘൂകരിക്കുന്നുണ്ട്. കന്നുകാലികൾ, വിളകൾ, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ രോഗങ്ങളുടെയും കീടങ്ങളുടെയും വ്യാപനം തടയുന്നതിനുള്ള രീതിയാണ് ബയോ സെക്യൂരിറ്റി പ്രൊഡക്ഷൻ എന്നത്. അതുകൊണ്ട് തന്നെ കോഴി ഫാമുകളിലെ ജൈവ സുരക്ഷാ നടപടികളിൽ രോഗം കുറയ്ക്കാനും അതിലൂടെ കമ്പനിയുടെ ലാഭം മെച്ചപ്പെടുത്താനും കഴിയും. ഏതായാലും വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് അന്തരീക്ഷം തന്നെയാണ് ഈ കമ്പനിയുടെ വളർച്ചാ പാത നിർണ്ണയിക്കുന്നത്. ഇനി നിങ്ങൾ ഫ്രണ്ട്സിനൊപ്പമോ അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പമോ ഒക്കെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി KFCയും അൽഫാമും പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, വെങ്കീസിന്റെ ഇൻഡയറക്റ്റ് ബിസിനസ് പാർട്ട്നേഴ്സ് ആകാൻ നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഒരു സാമ്പത്തിക ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഒന്നുമല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ഉപദേശം തേടുക. ഇത്തരം വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ.